ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ വീണ്ടും ചർച്ചയാകുന്ന ഒന്നാണ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക സംസ്ഥാന പദവി നൽകേണ്ടി വരും എന്നത്. ഇരു സംസ്ഥാനങ്ങളും വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണിതെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ ഇത് ഗൗരവത്തിലെടുത്തിരുന്നില്ല. എന്നാൽ ഇത്തവണ ഈ ആവശ്യത്തെ അങ്ങനെ അവഗണിക്കാൻ കേന്ദ്രത്തിനാകില്ല. കാരണം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ തുടരണമെങ്കിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെയും സഖ്യം BJPക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇരു നേതാക്കളും തങ്ങളുടെ സംസ്ഥാനത്തിനായി ആവശ്യപ്പെടുന്ന ഈ പ്രത്യേക സംസ്ഥാന പദവി എന്താണെന്നും അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. ചില സംസ്ഥാനങ്ങൾ ചരിത്രപരമായ സാമ്പത്തികമോ ഭൂമിശാസ്ത്രപരമോ ആയ പോരായ്മകൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അവയുടെ വികസനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നതിന് 1969 ഇന്ത്യയുടെ 5ാം ധനകാര്യ കമ്മീഷൻ അവതരിപ്പിച്ചതാണ് പ്രത്യേക സംസ്ഥാന പദവി അഥവാ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. ദുഷ്കരമായ കുന്നിൻ പ്രദേശങ്ങൾ, കുറഞ്ഞ ജനസാന്ദ്രതയുള്ള മേഖലകൾ, അതിർത്തികളിലെ തന്ത്രപ്രധാനമായ സ്ഥാനം, സാമ്പത്തികമോ അടിസ്ഥാന സൗകര്യത്തിലോ ഉള്ള പിന്നാക്കാവസ്ഥ, സംസ്ഥാന ധനകാര്യ സംവിധാനങ്ങളുടെ ലാഭകരമല്ലാത്ത സ്വഭാവം, സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്നതും ഗതാഗതത്തിന് ബുദ്ധിമുട്ടുള്ളതുമായ പ്രദേശങ്ങൾ, ആദിവാസി വിഭാഗങ്ങളുടെ അനുപാതം ജനസംഖ്യയിൽ താരതമ്യേന കൂടുതൽ, സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യങ്ങളിലുമുള്ള പിന്നാക്കാവസ്ഥ, സർക്കാർ വരുമാനം മതിയായ അളവിൽ ഇല്ലാതിരിക്കുക തുടങ്ങി നിരവധി ഘടകങ്ങളാണ് സാധാരണയായി SCS അംഗീകരിക്കുന്നതിന് പരിഗണിക്കപ്പെടുന്നത്. ഇത്തരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ആവശ്യമായ ഫണ്ടിന്റെ 90% കേന്ദ്രം നൽകണമെന്നാണ് വ്യവസ്ഥ. ജമ്മു കശ്മീർ, അസം, നാഗാലാൻഡ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, മേഘാലയ, സിക്കിം, ത്രിപുര, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് നിലവിൽ ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ളത്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്ലാനിംഗ് കമ്മീഷനും ഉൾപ്പെടുന്ന ദേശീയ വികസന കൗൺസിലാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്നത്. ഇനി ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി ലഭിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രത്യേക പദവി ലഭിക്കുകയാണെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പദ്ധതി ചെലവിന്റെ അനുപാതം 90:10 എന്നായി മാറും. അതായത് പദ്ധതി ചെലവിന്റെ 90% കേന്ദ്ര സർക്കാരും 10% സംസ്ഥാനവും വഹിക്കും. ഇതാണ് പ്രത്യേക പദവി ലഭിച്ചാൽ സംസ്ഥാനങ്ങളുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. ഇനി എന്തുകൊണ്ട് ആന്ധ്ര പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നു എന്ന് നോക്കാം. പുനഃസംഘടനാ നിയമം വഴി അവിഭക്ത ആന്ധ്രയെ വിഭജിച്ച് 2014 തെലങ്കാന രൂപീകരിച്ചപ്പോൾ സംസ്ഥാനത്തിനുണ്ടായ വരുമാന നഷ്ടം വലുതായിരുന്നു. കാരണം വിഭജനത്തിന് ശേഷം ആന്ധ്രയുടെ വികസനത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ഭൂരിഭാഗവും കേന്ദ്രീകരിച്ച ഹൈദരാബാദ് തെലങ്കാനയുടെ ഭാഗമായി. ഇതിന് പരിഹാരമായി അന്ന് കേന്ദ്രം ഭരിച്ച UPA സർക്കാർ പ്രത്യേക പദവി വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് വന്ന നരേന്ദ്രമോദി സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചില്ല. ഇത്തരത്തിൽ ഒരു പതിറ്റാണ്ടായി ആന്ധ്ര ഉയർത്തുന്ന ആവശ്യമാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത്. ധാതുസമ്പന്നമായ ഭൂപ്രദേശമായ ജാർഖണ്ഡ് 2000 ബീഹാറിൽ നിന്ന് വിഭജിക്കപ്പെട്ടതോടെ സാമ്പത്തിക തിരിച്ചടി ഉണ്ടായെന്നും അതുകൊണ്ട് തന്നെ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്നുമാണ് നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവിക്കായി ഉറച്ചു നിന്നാൽ ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും അവഗണിക്കാൻ കേന്ദ്ര സർക്കാരിന് ഇക്കുറി ആവില്ല.